ശ്രീമതി ശശികല ടീച്ചർ, ഇന്ന് കോടതിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ പോകുകയാണ്, ഈ സാമ്പിൾ അയക്കാൻ പോകുകയാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക്. മറ്റൊന്ന്, കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കാൻ പോകുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായൊരു നീക്കം സംശയിക്കണോ? ഒരു മെഗാ സീരിയൽ അണിഞ്ഞൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. കാരണം മെഗാ സീരിയൽക്കൊന്നും തുടക്കം മാത്രമല്ലേ ഉള്ളൂ, അവസാനമില്ലല്ലോ. അതിങ്ങനെ പോവില്ലേ. അതേപോലെ തന്നെ ഇത് ഒരു മെഗാ സീരിയലിന്റെ മാതിരി എല്ലാ ദിവസവും കുറേശ്ശെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഭക്തർക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി അങ്ങനെ പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് അങ്ങോട്ട് പോയവരൊക്കെ അതേ വേഗതയിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മള് അയൽവാസി അടക്കമുള്ളവർ പുറത്തു വരും എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു മെഗാ സീരിയലിന്റെ ആ തലത്തിലേക്ക് ഇപ്പൊ ഭക്തരും കാണുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കഥ കേൾക്കുന്നൊക്കെ ഒരു തലത്തിലേക്ക് ഇത് മാറിപ്പോയോ എന്നൊരു സംശയം. ഇത് വളരെ, കാരണം ഇനിയിപ്പോ വീണ്ടും പരിശോധന നടത്തി അതിന്റെ റിസൾട്ട് വന്ന് അപ്പോഴും കുറ്റപത്രം സമർപ്പിക്കില്ല. ഈ പെട്ട ഒരു പ്രതി പോലെ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പെട്ട ഒറ്റ പ്രതി പോലും ജാമ്യം കിട്ടാതിരിക്കില്ല. അപ്പോ ഇതൊരു വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. ഇതിൽ ആരൊക്കെയാണ് കളിക്കുന്നത് എന്ന് മാത്രമാണ് ഇപ്പൊ നമുക്ക് സംശയമുള്ളത്. പ്രതികൾ ഏതായാലും പ്രതികൾ ആയവരോ ആക്കപ്പെട്ടവരോ, കാരണം ഒരുപക്ഷെ ഇവരെ കൃത്യമായി നിശ്ചയിച്ചിട്ട് ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇവർക്ക് അസാമാന്യമായ പിടിപാടുള്ളവരാണ്. കാരണം അവർക്ക് വേണ്ടി എവിടെയൊക്കെയോ വേണ്ടുന്ന വിധത്തിലുള്ള കളി നടക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇങ്ങനെ സുഖമായി അവർക്ക് ജാമ്യം നേടി ഇറങ്ങി പോരാൻ സാധിക്കില്ല. ഇനിയിപ്പോ നമുക്ക് അവിടുന്ന് പരിശോധന കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് അവസാനം കേസ് തേഞ്ഞു മാഞ്ഞു പോയി ഭക്തരുടെ മനസ്സിൽ നിന്ന് പോലും ഇത് മാഞ്ഞു പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാക്കാനാണ് ഇപ്പോൾ എല്ലാവരും പരിശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഇതിനെ അടിവരയിടേണ്ട ഒരവസ്ഥയുണ്ട് ഇപ്പോൾ.